മകരഭരണി നാളിൽ ഭഗവതിയെ തണ്ടിൽ പുറത്തെഴുന്നള്ളിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ്. ഭഗവതി മകരഭരണി നാളിൽ തൻ്റെ ഭക്തരുടെ ക്ഷേമമറിയാൻ എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. ഏറെ സമയത്തെ സേവയോടെ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നു എന്ന പ്രത്യേകതയും മകരഭരണി എഴുന്നള്ളത്തിനുണ്ട്. ചെട്ടികുളങ്ങരയമ്മയുടെ തിരുമുമ്പിൽ സ്ത്രീകളായ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന നിവേദ്യമാണ് മകരമാസത്തിൽ കാർത്തിക നാളിലെ പൊങ്കാല. ക്ഷേത്രത്തിനു മുന്നിൽ തയ്യാറാക്കുന്ന പണ്ടാരയടുപ്പിൽ തന്ത്രി തീ കൂട്ടുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നു. പണ്ടാരയടുപ്പിൽ നിന്നുള്ള അഗ്നി നിമിഷനേരം കൊണ്ട് ക്ഷേത്രമതിൽക്കെട്ടിനകത്തും പുറത്തുമുള്ള അടുപ്പുകളിലേക്ക് പകരുകയായി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ചാന്താടി നിൽക്കുന്ന ദേവി ചെട്ടികുളങ്ങര. പൊങ്കാലയടുപ്പുകളിലെ നിവേദ്യം പൂർത്തിയായാൽ പണ്ടാരയടുപ്പിലെ നിവേദ്യത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കുന്നു. ചെട്ടികുളങ്ങര ദേവി അവിടുത്തെ മുന്നിൽ കൈകൂപ്പി നിൽക്കെ അറിയുന്നു ദിവ്യാനുഭൂതി. അവിടുത്തെ മുന്നിൽ അറിയുന്നു ദിവ്യാനുഭൂതി. പെയ്യുകയാണെന്നിൽ അമ്മതൻ കാരുണ്യം കുളിരുള്ള തേന്മാരിയായി. തുടർന്ന് പൂജാരികളെത്തി പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹം തളിച്ച് പൂക്കൾ വിതറുന്നു. ഭക്തർ പൂജാരിമാർക്ക് ദക്ഷിണയും നൽകി പൊങ്കാല നിവേദ്യം ഭക്തിയോടെ തങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആരാധനയായി മാറേണം ജീവിതം മുഴുവനും അമ്മേ നിനക്കുള്ളൊരാരാധനയായി മാറേണം. സുഖദുഃഖമഖിലവും തൃപ്പാദ പൂജയ്ക്ക് പലവർണ്ണ പുഷ്പങ്ങളാകേണം. സുഖദുഃഖമഖിലവും തൃപ്പാദ പൂജയ്ക്ക് പലവർണ്ണ പുഷ്പങ്ങളാകേണം.
ചെട്ടികുളങ്ങര ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠാ ദിനമാണ് മകരമാസത്തിലെ ഉത്രട്ടാതി. 101 കലം ഉത്സവം ആഘോഷിക്കുന്നത് ഈ ദിനത്തിലാണ്. ക്രമമനുസരിച്ച് അവകാശം വരുന്ന കരക്കാർ കരയിൽ നിന്ന് ആനപ്പുറത്ത് ധാന്യം നിറച്ച മൺകലവുമേന്തി ഘോഷയാത്രയായി വന്ന് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. വഴിപാട് നടത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നേദിച്ച പായസം മൺകലത്തിലാക്കി നൽകുന്ന പവിത്രവും ഭക്തിനിർഭരവുമായ ചടങ്ങാണിത്. ഉത്രട്ടാതി നാളിൽ ഉച്ചയ്ക്ക് അന്നദാന മന്ദിരത്തിൽ ഉത്രട്ടാതി സദ്യയും നടത്തുന്നു. ഭഗവതിയുടെ പറയെഴുന്നള്ളത്തിന്റെ തുടക്കം കുറിക്കുന്ന മഹനീയമായ ചടങ്ങാണ് കുംഭമാസത്തിലെ മകയിരം നാളിൽ നടക്കുന്ന കൈനീട്ടപ്പറ. ശ്രീകോവിലിനുള്ളിലെ മൂലബിംബം വട്ടകയിൽ വെച്ച് ഓലക്കുടയും പിടിച്ചാണ് മേൽശാന്തി പറക്കെഴുന്നള്ളിക്കുന്നത്. ഭഗവതിയുടെ ആഗമനത്തിന് കാരണക്കാരായ 4 വീടന്മാരിൽ പ്രമുഖനായ ഈരേഴതെക്ക് കോട്ടൂർ മണവത്ത് ചെമ്പോലിൽ കണ്ഠൻ ആദിചെമ്മൻ ശേഖരൻ താങ്കളുടെ ഭവനത്തിലേക്കാണ് അമ്മയുടെ അത്യപൂർവമായ ഈ സന്ദർശനം. ചെമ്പോലിൽ കുടുംബത്തിലെ പിന്മുറക്കാരിൽ നിന്നാണ് ഇന്ന് ഭഗവതി കൈനീട്ടപ്പറ സ്വീകരിക്കുന്നത്. ചെമ്പോലിൽ ഭവനത്തിൽ ഭഗവതിക്കായി പ്രത്യേകം സങ്കല്പിച്ചിട്ടുള്ള മുറിയിൽ പീഠത്തിൽ ഭഗവതിയെ കുടിയിരുത്തുന്നു. മേൽശാന്തി പൂജാവിധികൾ പൂർത്തിയാക്കി കുടുംബക്കാർക്കും മറ്റു ഭക്തജനങ്ങൾക്കും ദർശനമൊരുക്കുന്നു. കുടുംബത്തിൽ നിന്ന് നെൽപ്പറയും സ്വീകരിക്കുന്നു. ഭഗവതിയെ ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടുംബം വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും ചെയ്യുന്നു. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കരകളിലേക്കുള്ള പറക്കെഴുന്നള്ളത്ത്. ഭഗവതി ഭക്തജനങ്ങളുടെ വീടുകളിലെത്തി അനുഗ്രഹം ചൊരിയുന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങാണിത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 13 കരകളിലും മാവേലിക്കര, കായംകുളം തുടങ്ങിയ അയൽദേശങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലും ഭഗവതി പറക്കെഴുന്നള്ളുന്നു. കുംഭമാസത്തിലെ പൂയം നാളിലാണ് തണ്ടിലേറി പറക്കെഴുന്നള്ളത്ത് തുടങ്ങുന്നത്. ആദ്യകരയായ ഈരേഴതെക്കിലാണ് 1-ാം ദിവസത്തെ പറ. പറയെടുപ്പ് മീനമാസത്തിലെ അശ്വതി നാൾ വരെ തുടരുന്നു. സ്വഭവനത്തിലെത്തുന്ന ദേവിയെ ഗൃഹസ്ഥരായ ഭക്തർ ചാണകം മെഴുകിയ കളത്തിലേക്ക് പൂക്കൾ വിതറി വായ്ക്കുരവകളും ആർപ്പുവിളികളും കത്തിച്ച നിലവിളക്കുമായി സ്വീകരിക്കുന്നു. പിന്നീട് പറയിൽ നെല്ല് നിറച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു.
പൂജാരി ഗൃഹനാഥന് പ്രസാദം നൽകുകയും നെന്മണി വാരി വിതറി വീടിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭഗവതിയുടെ പറയെടുപ്പിന്റെ ഭാഗമായി മിക്ക വീടുകളിലും അൻപൊലിയും നടത്താറുണ്ട്. അൻപൊലിക്കായി പ്രത്യേക പന്തൽ കെട്ടുന്നു. 4 അടയ്ക്കാമരത്തിന്റെ തൂണുകൾ ചെത്തിയുരുക്കി മുകളിൽ അലകുകൾ പാകി മെടഞ്ഞ ഓലയും നിരത്തി കുരുത്തോലയും വെറ്റിലയും അടക്കയും തേങ്ങാപ്പൂളും തൂക്കിയാണ് പന്തലൊരുക്കുന്നത്. ചാണകം മെഴുകിയ തറയിൽ നിറപറയും നിലവിളക്കും ഒരുക്കിയ ശേഷം 5 പറകളിലായി നെല്ല്, അരി, അവൽ, മലർ, പഴക്കുല എന്നിവ നിറയ്ക്കുന്നു. കൂടാതെ ചങ്ങഴി, നാഴി എന്നിവയിലും ധാന്യങ്ങൾ നിറച്ച് ഭഗവതിയെ സ്വീകരിച്ചിരുത്തുന്നു. തുടർന്ന് മേളക്കാർ മേളം കൊഴുപ്പിക്കുമ്പോൾ ഭഗവതിയെ ജീവതയിലേറ്റി നമ്പൂതിരിമാർ ലക്ഷ്മി താളത്തിൽ ചുവടുവെക്കുന്നു. പറയെടുപ്പ് കാലത്ത് വീടുകളിലല്ലാതെ പലയിടങ്ങളിലും ദേവിക്ക് വിശേഷാൽ അൻപൊലിയും സമർപ്പിക്കാറുണ്ട്. പറയെടുപ്പ് ദിവസങ്ങളിൽ മാമൂൽ പ്രകാരം കരകളിലെ ചില കളരികളിലും ഭവനങ്ങളിലും ഭഗവതിക്ക് ഇറക്കിപ്പൂജ നടത്തുന്ന ചടങ്ങുണ്ട്. എഴുന്നള്ളിപ്പ് ബിംബം കളരിക്കുള്ളിലെ പീഠത്തിലിരുത്തിയാണ് പൂജ ചെയ്യാറുള്ളത്. ജീവതയിൽ നിന്ന് തുമ്പുമുറിക്കാത്ത വാഴയിലയിൽ
ഭഗവതിയെ ഇറക്കിയിരുത്തിയും ഇറക്കിപ്പൂജ ചെയ്യാറുണ്ട്. മിക്കവാറും കളരികളിൽ ക്ഷേത്രമേൽശാന്തി നേരിട്ട് ചെന്ന് ഇറക്കിപ്പൂജ നടത്തുന്നു. ഈരേഴ തെക്കുകരയിലെ 1-ാം ദിവസത്തെ പറയെടുപ്പ് ദിവസം കാട്ടൂരിലെ കളരിയിൽ ഇറക്കിപ്പൂജ നടത്തുന്നു. ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമോസ്തുതേ ഉഗ്രരൂപിണി ഘോരരൂപിണി രൗദ്രഭാമിനി അംബികേ നാദരൂപിണി വേദരൂപിണി ശക്തിരൂപിണി അംബികേ നാദരൂപിണി വേദരൂപിണി ശക്തിരൂപിണി അംബികേ ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമോസ്തുതേ ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈരേഴവടക്ക് മേച്ചേരിൽ, കൈതതെക്ക് മങ്ങാട്ടേത്ത്, മേനാമ്പള്ളി കോയിക്കൽ, കൈതതെക്ക് മുടവൻപുഴ, ഈരേഴതെക്ക് പുല്ലമ്പള്ളി, ഈരേഴതെക്ക് പുതുപ്പുരയ്ക്കൽ, കൈതവടക്ക് കോളശ്ശേരിൽ, ഈരേഴതെക്ക് ചെറുമാളിയേക്കൽ എന്നിവിടങ്ങളിലും ഇറക്കിപ്പൂജ ആഘോഷത്തോടെ നടത്തുന്നു. പൂയം നാളിലെ ഇരേഴുതുക്കരയിലെ ആദ്യ ദിവസത്തെ പറയെടുപ്പ് കഴിഞ്ഞ് രാത്രിയിൽ തൊട്ടടുത്ത ഗ്രാമത്തിലെ ദേവതയായ മുള്ളിക്കുളങ്ങര ഭഗവതിയുമായി അമ്മ കൂടിക്കാഴ്ച നടത്തുന്നു. ചെട്ടികുളങ്ങര ഭഗവതിയുടെ സഹോദരീ സ്ഥാനമാണ് ഭക്തർ മുള്ളിക്കുളങ്ങര ദേവിക്ക് കൽപ്പിച്ചു പോരുന്നത്. ചെട്ടികുളങ്ങരയുടെയും മുള്ളിക്കുളങ്ങരയുടെയും അതിർത്തി പ്രദേശമായ ലാഹയിലെ കാര്യക്കാരുടെ മണ്ഡപത്തറയിലാണ് ഈ കൂടിയെഴുന്നള്ളത്. പോനകം കാര്യക്കാരുടെ മണ്ഡപത്തിൽ വെച്ച് ഇരുദേവിമാരും കണ്ടുമുട്ടുന്നു. പിന്നെ പോളവിളക്കുകളുടെ സാന്നിധ്യത്തിൽ ദേവിമാരുടെ എഴുന്നള്ളത്താണ്. നാല് വലിയ തടിച്ചക്രങ്ങളുള്ള വണ്ടിക്കൂട്ടിന്മേൽ അലകുവെച്ച് വാഴപ്പോളകൾ കൊണ്ട് അലങ്കരിച്ച് അതിന്മേൽ ഗോപുരാകൃതിയിൽ മൺചരാതിൽ എണ്ണയൊഴിച്ച് കത്തിച്ച് തീപ്പന്തങ്ങൾ കുത്തിയൊരുക്കുന്ന ദീപജാലമാണ് പോളവിളക്ക്. ദാരിക നിഗ്രഹത്തിന് പോകുന്ന ദേവിക്ക് 36 കരങ്ങളിൽ തീപ്പന്തവുമായി തുണ പോകുന്ന ഖണ്ഡാകർണന്റെ സാന്നിധ്യമായാണ് പോളവിളക്കിന്റെ സങ്കല്പം. ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് സമാപിക്കുന്നത് ലാഹയിലെ മണ്ഡപത്തറയിലാണ്. സമാഗമത്തിന് ശേഷം ഇരുദേവിമാരും നൃത്തച്ചുവടുകൾ വെച്ച് ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞ് ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നു.
മഹാശിവരാത്രി നാളിൽ കണ്ണമംഗലം തെക്കുകരയിലെ പറയെടുപ്പിന് ശേഷം രാത്രിയിൽ കണ്ണമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ മഹാദേവരുമായുള്ള ദേവിയുടെ കൂടിയെഴുന്നള്ളത്തിനെ പിതൃപുത്രി സംഗമം എന്ന് വിശേഷിപ്പിക്കുന്നു. പോളവിളക്കിന്റെയും താലപ്പൊലി ദീപങ്ങളുടെയും പ്രഭയിൽ നടക്കുന്ന ദേവസംഗമം അപൂർവമായ നിർവൃതിയാണ് ഭക്തർക്ക് പകരുന്നത്. പറയെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിന്റെ ചാരുത പേറുന്നതാണ് ഭഗവതിക്കണ്ടം. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിനു വടക്കും കൃഷ്ണപുരം ക്ഷേത്രത്തിന് പടിഞ്ഞാറുമായി ചെട്ടികുളങ്ങര ഭഗവതിക്ക് ഒരു ഭക്തൻ സമർപ്പിച്ച നെൽവയലാണ് ഭഗവതിക്കണ്ടം എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ കായംകുളം ഭാഗത്ത് പറയെടുപ്പിന് പോയ ഭഗവതിയുടെ വാദ്യമേളങ്ങൾ കേട്ട് വയലിൽ പണിയെടുത്തിരുന്നവർ തങ്ങളുടെ വീടുകളിൽ പോയി ദേവിക്ക് പറ നൽകുവാൻ തിടുക്കം കൂട്ടിയത് കണ്ട് നിലത്തിന്റെ ഉടമ വേലക്കാരോട് ദേഷ്യപ്പെട്ടു. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നാൽ താൻ ഈ നിലവും ഇതിലെ നെല്ലും പറയായി കൊടുക്കാമെന്ന് ഉടമ കളിയാക്കി പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, വളരെ ദൂരത്തായിരുന്ന ഭഗവതിയും സംഘവും പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേർന്നു. നിലമുടമ മാപ്പു പറഞ്ഞ് തന്റെ വാക്കുപാലിച്ച് കണ്ടം ഭഗവതിക്ക് സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ചെട്ടികുളങ്ങരയിലെ കുംഭഭരണി മഹോത്സവത്തെ വ്യത്യസ്തവും നയനമനോഹരവും വർണ്ണാഭവുമാക്കുന്ന അപൂർവതയാണ് കെട്ടുകാഴ്ച. ദേശത്തെ 13 കരക്കാരും 7 ദിവസം കഠിനാധ്വാനം ചെയ്തൊരുക്കുന്ന കെട്ടുകാഴ്ചകൾ ഒരുമയുടെയും കലാബോധത്തിന്റെയും ശില്പചാതുരിയുടെയും നിദർശനമാണ്. കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഭരണിനാളിൽ കരക്കാർ ദേവിക്ക് സമർപ്പിക്കുന്ന കാഴ്ച വഴിപാടാണിത്. ഇതിൽ 6 കരക്കാർ കുതിരയും 5 കരക്കാർ തേരും മറ്റ് 2 കരക്കാർ ഭീമസേനനെയും ഹനുമാൻ സ്വാമിയെയും കെട്ടുകാഴ്ചയായി ഒരുക്കുന്നു. ശിവരാത്രി നാളിൽ കരനാഥന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങി പുണ്യാഹം സ്വീകരിച്ച് കരയിൽ മടങ്ങിയെത്തി കെട്ടുകാഴ്ച ഉരുപ്പടികളിൽ തളിച്ച ശേഷം അവ കെട്ടുകാഴ്ചയൊരുക്കുന്ന തറയിലേക്ക് കൊണ്ടുപോകുന്നു. വണ്ടിക്കൂട്ട് ഉണ്ടാക്കുകയാണ് ആദ്യഘട്ടം. കുതിരയ്ക്കും തേരിനും ഭീമസേനനും ഹനുമാനുമൊക്കെ വണ്ടിക്കൂട്ടുണ്ടാക്കുന്നത് ഒരുപോലെയാണ്. കുതിരയുടെയും തേരിന്റെയും ഉടലായ കതിരുകാൽ നിർമ്മാണമാണ് അടുത്ത ഘട്ടം. കതിരുകാൽ ടവറിന്റെ സഹായത്തോടെ വണ്ടിക്കൂട്ടിൽ ഉറപ്പിച്ചാൽ പിന്നീട് അത് ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. കതിരുകാലിന് സമാന്തരമായി തന്നെ ഇടക്കൂടാര നിർമ്മാണവും നടക്കുന്നു. തുടർന്ന് കതിരുകാലിനും ഇടക്കൂടാരത്തിനും ഇല്ലിത്തട്ടുകളും ചരിപ്പും നിർമ്മിക്കുന്നു. പിന്നീട് അവയിൽ ഇഴക്കയർ പാകി വെള്ള, ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള തുണികൾ വിരിച്ച് വശങ്ങളിൽ തൂക്കും പിടിപ്പിക്കുന്നു. ഇടക്കൂടാരത്തിന്റെ പണി പൂർത്തിയായാൽ അത് ഉയർത്തി കതിരുകാലിന്മേൽ ഉറപ്പിക്കുന്നു. കുതിരയുടെ പ്രധാന ഭാഗമാണ് പ്രഭട. കതിരുകാലിന്റെ തട്ടുകൾക്കും ഇടക്കൂടാരത്തിനുമിടയിലാണ് പ്രഭട ഉറപ്പിക്കുന്നത്. പുരാണത്തിലെ കഥാഭാഗങ്ങൾ ദാരുവിൽ കൊത്തിയുണ്ടാക്കിയ കഥയടുക്കുകളാണ് പ്രഭടയെ ആകർഷകമാക്കുന്നത്. ഈരേഴതെക്കിന്റെ പ്രഭടയിൽ ഭദ്രകാളി മുടിയാണ് വെക്കുന്നത്.
തൊപ്പിക്കൂടാരമുണ്ടാക്കുകയാണ് കുതിരകെട്ടിന്റെ അവസാന ഘട്ടം. പണി പൂർത്തിയാക്കിയ തൊപ്പിക്കൂടാരം ഇടക്കൂടാരത്തിന്റെ മുകളിൽ ഉറപ്പിക്കുന്നതോടെ കുതിര നിർമ്മാണം പൂർത്തിയാകുന്നു. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് എന്നീ കരകളാണ് കുതിരയെ കെട്ടുകാഴ്ചയായി ഒരുക്കുന്നത്. അടിസ്ഥാനപരമായി കുതിരകെട്ടുപോലെ തന്നെയാണ് തേരുകളുടെ നിർമ്മാണമെങ്കിലും ചരിപ്പുകളും തട്ടുകളും ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. വണ്ടിക്കൂട്ട് നിർമ്മിച്ച് ഒന്നിനു മുകളിൽ മറ്റൊന്നായി 3 കതിരുകാലുകളാണ് തേരിൽ ഉറപ്പിക്കുന്നത്. തേരുകളുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ചരിപ്പുകളുടെ ഉയരം കുറഞ്ഞു വരുന്നു. തേരിന്റെ 3 നിലകൾ കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ച് ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, ആഞ്ഞിലിപ്ര, മേനാമ്പള്ളി എന്നീ കരകൾ തേരുകൾ കെട്ടുകാഴ്ചയായി ഒരുക്കുന്നു. മറ്റം വടക്കിന്റെ കെട്ടുകാഴ്ചയാണ് ഭീമസേനൻ. മഹാഭാരത കഥയിൽ ബഗരാക്ഷസന് പോത്തുകളെ പൂട്ടിയ വണ്ടിയിൽ ചോറുമായി പോകുന്ന ഭീമസേനന്റെ കഥാസന്ദർഭമാണ് കെട്ടുകാഴ്ചയുടേത്. ഭീമസേനന്റെ ശില്പത്തിന് കണ്ണിൻ ദോഷമേൽക്കാതിരിക്കുവാൻ കാൽച്ചുവട്ടിലായി ഈച്ചാടി വല്യമ്മയുടെ വിരൂപരൂപവും കെട്ടുകാഴ്ചയിലുണ്ട്. ഹനുമാൻ സ്വാമിയാണ് മറ്റം തെക്കുകരയുടെ കെട്ടുകാഴ്ച. ശ്രീരാമ പട്ടാഭിഷേകം ദർശിച്ച് ഭക്തിപാരവശ്യത്താൽ നിർവൃതിയിൽ ലയിച്ചു നിൽക്കുന്ന രാമായണ കഥയിലെ ഹനുമദ് രൂപമാണ് കെട്ടുകാഴ്ചയായി അവതരിപ്പിക്കുന്നത്. പാഞ്ചാലിയും കെട്ടുകാഴ്ചയോടൊപ്പമുണ്ട്. കെട്ടുകാഴ്ചയുടെ സന്നിധിയിൽ ദേവീ ചൈതന്യവും സാന്നിധ്യവുമുണ്ടെന്നാണ് വിശ്വാസം. അതിനാൽ കെട്ടുകാഴ്ച നിർമ്മാണ സ്ഥലത്ത് പല വിധത്തിലുള്ള വഴിപാടുകൾ ഭക്തർ നടത്തിപ്പോരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുതിരമൂട്ടിൽ കഞ്ഞി. കഞ്ഞി വഴിപാട് നടത്തുന്നവർ കുതിരമൂട്ടിൽ വെറ്റിലയും അടക്കയും പുകയിലയും ദക്ഷിണയായി സമർപ്പിച്ച് വാദ്യഘോഷങ്ങളോടെ കുത്തിയോട്ടപ്പാട്ടിന്റെ അകമ്പടിയോടെ കരക്കാരെ കഞ്ഞിപ്പുരയിലേക്ക് ആനയിക്കുന്നു. കഞ്ഞി, മുതിരപ്പുഴുക്ക്, അസ്ത്രം, കടുമാങ്ങ, അവിൽ നനച്ചത്, എള്ളുണ്ട, ഉണ്ണിയപ്പം, പഴം എന്നീ വിഭവങ്ങളാണ് കഞ്ഞിസദ്യയ്ക്കുള്ളത്. ഓലക്കീറുകൊണ്ടുള്ള തടയിൽ തൂശനില വെച്ചാണ് കഞ്ഞി വിളമ്പുന്നത്. പന്തലിൽ ആബാലവൃദ്ധം ജനങ്ങളും വർഗവർണ്ണ വ്യത്യാസങ്ങൾ മറന്ന് നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്ന കാഴ്ച കരക്കാരുടെ ഒരുമയുടെയും ഭക്തിയുടെയും സാക്ഷ്യമാണ്. കുംഭഭരണി നാളിൽ ഉച്ചയ്ക്ക് ശേഷം കരക്കാർ അതത് കെട്ടുകാഴ്ചകളുടെ സവിധത്തിലെത്തി അവയെ ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അമ്മയുടെ ഭദ്രകാളി മുടി വഹിക്കുന്ന ഈരേഴ് തെക്കുകരയുടെ കെട്ടുകാഴ്ചയെ എതിരേൽക്കുവാൻ ക്ഷേത്രത്തിൽ നിന്ന് മേളക്കാർ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.
ക്ഷേത്രത്തിന്റെ 4 ദിക്കിലൂടെയും ക്ഷേത്രകവാടത്തിൽ എത്തി നിൽക്കുന്ന കെട്ടുകാഴ്ചകൾ ഓരോ കരയുടെയും ഊഴമനുസരിച്ച് സന്നിധിയിലെത്തി ഭഗവതിയെ വണങ്ങി പിന്നോട്ടെടുത്ത് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്നു. വൈവിധ്യവും കലാസുഭഗതയും ശില്പവൈദഗ്ധ്യവും ദൃശ്യഭംഗിയും ബൃഹദാകാരവും ഭക്തിപൂർണതയും കൂട്ടായ്മയും മെയ്ക്കരുത്തും സമ്മേളിക്കുന്ന അന്യാദൃശമായ വർണ്ണവിരുന്നാണ് കാഴ്ചക്കണ്ടത്തിൽ നിറയുന്നത്. കാർത്തിക നാളിൽ വെളുപ്പിനെ ഭഗവതി കാഴ്ചക്കണ്ടത്തിൽ മക്കളൊരുക്കിയ കെട്ടുകാഴ്ചകൾ കാണാനെത്തുന്നു. ക്രമപ്രകാരം ഓരോ കെട്ടുകാഴ്ചയുടെയും ചുവട്ടിലെത്തി അമ്മ ചുവടുവെച്ച് അനുഗ്രഹം ചൊരിയുന്നു. കാർത്തിക പുലരിയിൽ കെട്ടുകാഴ്ചകളുമായി വീണ്ടും ഭഗവതീ ദർശനം നടത്തി കരക്കാർ തങ്ങളുടെ കരകളിലേക്ക് മടങ്ങുന്നു. ഒരിക്കൽ കൂടി കാഴ്ചക്കണ്ടം ഒഴിയുകയായി. തന്നാണ്ടത്തെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുകയും ചെയ്യുന്നു. ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ ഭാഗമായി ഭക്തർ നടത്തുന്ന അനുഷ്ഠാന വഴിപാടാണ് കുത്തിയോട്ടം. പ്രാചീനകാലത്ത് ദേവിക്ക് നരബലി അർപ്പിച്ചിരുന്നതിൻ്റെ പ്രതീകാത്മക അനുഷ്ഠാനമാണ് ഇത്. കുത്തിയോട്ടം വഴിപാടായി നടത്തുന്ന ഭക്തൻ ആദ്യമായി ആചാര്യനെ കണ്ടുപിടിക്കുന്നു. പിന്നീട് 8-നും 12-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെ കുത്തിയോട്ടത്തിനായി തെരഞ്ഞെടുക്കുന്നു.
ഒറ്റ കുത്തിയോട്ടത്തിന് 2 കുട്ടികളെയും ഇരട്ട കുത്തിയോട്ടത്തിന് 4 കുട്ടികളെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. കുത്തിയോട്ടത്തിന്റെ നടത്തിപ്പുകളിൽ പ്രധാനമാണ് യജ്ഞശാല നിർമ്മാണം. ഇതിനായി ആദ്യം പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്നു. ശിവരാത്രി നാളിൽ രാവിലെ വഴിപാടുകാരൻ ക്ഷേത്രദർശനം നടത്തി കുട്ടികളെ ഏറ്റെടുക്കുന്നു. പിന്നീട് കുതിരമുട്ടിൽ ദക്ഷിണയർപ്പിച്ച് അവരെ വഴിപാടുകാരന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് വൈകിട്ട് മണ്ഡപത്തിൽ വിളക്കുവച്ച് പൂജാവിധികളോടെ ദേവിയെ യജ്ഞശാലയിൽ കുടിയിരുത്തുന്നു. കുത്തിയോട്ടത്തിനായി തിരഞ്ഞെടുത്ത ബാലന്മാരെ കുത്തിയോട്ട പാട്ടുകളുടെ താളത്തിനൊത്ത് ചുവടുവയ്ക്കുവാൻ ആശാന്മാർ പരിശീലിപ്പിക്കുന്നു. പിന്നീട് പുരാണകഥകളും കുമ്മികളും ആലപിക്കുമ്പോൾ കുത്തിയോട്ട സംഘത്തിലെ മറ്റംഗങ്ങളും ചുവടുവയ്ക്കുന്നു. രേവതി നാൾ വരെ 5 രാത്രികളിലും കുട്ടികളെ കുത്തിയോട്ട ചുവടുകൾ അഭ്യസിപ്പിക്കുന്ന ചടങ്ങുകൾ തുടരുന്നു.
രേവതി നാളിലാണ് കുത്തിയോട്ട പൊലിവ്. 5 നാളുകളിലായി യജ്ഞത്തിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾ പൊലിവ് പാത്രത്തിൽ കാണിക്കയിടുന്ന ചടങ്ങാണ് ഇത്. അശ്വതി നാളിൽ ഉച്ചയ്ക്ക് വഴിപാടുകാരൻ കരക്കാരെ സ്വീകരിച്ച് സദ്യയും നൽകുന്നു.
ഭരണിനാളിൽ വെളുപ്പിനെ കുത്തിയോട്ട ബാലന്മാരെ കുളിപ്പിച്ച് ഒരുക്കി ഭവനത്തിൽ നിന്ന് നെട്ടൂർ പെട്ടിയുമേന്തി ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദേവീ സാന്നിധ്യമുള്ള കെട്ടുകാഴ്ചകളുടെ ചുവട്ടിൽ വെച്ചോ ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ചോ ബാലന്മാരുടെ ചൂരൽ മുറിയൽ ചടങ്ങ് നടത്തുന്നു. കുട്ടികളുടെ ഇടുപ്പിലൂടെ സ്വർണത്തിലോ വെള്ളിയിലോ തീർത്ത നൂൽ കുത്തിയിറക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങാണിത്.
ചൂരൽ മുറിഞ്ഞ കുട്ടികളെ ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്പ്പിച്ച് തിരുനടയിൽ കൊണ്ടുവന്ന് ചൂരൽ ഊരി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ചെമ്പിൽ നിക്ഷേപിച്ചാന ചടങ്ങുകൾ ദേവീപ്രസാദം സ്വീകരിക്കുന്നതോടെ കുത്തിയോട്ടത്തിന്റെ അനുഷ്ഠാന ചടങ്ങുകൾ അവസാനിക്കുന്നു. ചെട്ടികുളങ്ങരയിലെ കുംഭഭരണി ആഘോഷങ്ങളോടനുബന്ധിച്ച് വർഷം തോറും ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് പഞ്ചായത്ത് വക സ്ഥലത്ത് നടക്കുന്ന കാർഷിക വസ്തുക്കളുടെ പ്രദർശന വിപണനമേളയാണ് ഭരണിച്ചന്തകളും അന്യദേശങ്ങളിൽ നിന്നുപോലും ധാരാളം കച്ചവടക്കാരും ഉപഭോക്താക്കളും ഭരണിച്ചന്തയിൽ എത്തിച്ചേരുകയായി. അടുത്ത വർഷം കർഷകർക്ക് തങ്ങളുടെ കാർഷിക വിളകൾക്കുള്ള വിപണിയായും അടുത്ത വർഷത്തെ വിത്തിറക്കലിന് ആവശ്യമായ വിത്തിനങ്ങൾ വാങ്ങുവാനുമുള്ള ചന്ത ഉപകരിക്കുന്നു. കാർഷികോപകരണങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കുമുള്ള വിപണി കൂടിയാണ് ഭരണിച്ചന്ത. ഓണാട്ടുകരയുടെ ഉത്സവ ദിനമാണ് കുംഭഭരണി. ഓണാട്ടുകരയുടെ ഉത്സവ ദിനമാണ്. വിഭവസമൃദ്ധമായ സദ്യ. കുംഭഭരണി നാളിൽ എല്ലാ വീടുകളിലും കൊഞ്ചും മാങ്ങ വിഭവസമൃദ്ധമായ സദ്യയാണെന്നത്
ഈ ഉത്സവം സദ്യയിൽ കൊഞ്ചും മാങ്ങ പ്രധാന വിഭവമാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേക ഐതിഹ്യ കഥയും. കൊഞ്ചും മാങ്ങ സദ്യയ്ക്ക് വിഭവമായിരുന്ന നാൾ അടുക്കളയിൽ സദ്യവട്ടമൊരുക്കിക്കൊണ്ടിരുന്ന ഒരു വീട്ടമ്മയ്ക്ക് അടുക്കളയിൽ സദ്യവട്ടമൊരുക്കിക്കൊണ്ടിരുന്ന ഒരു വീട്ട അടുപ്പത്തിരിക്കുന്ന കൊഞ്ചുമാങ്ങ വരവ് കരിയാതെ കാത്തോളണമേ എന്ന് ഭഗവതിയോട് അടുപ്പത്തിരിക്കുന്ന കൊഞ്ചും മാങ്ങ കരിയാതെ കാത്തോളണമേ എന്ന് ഭഗവതിയോട് അപേക്ഷിച്ചിട്ട് കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് കരുതി പുറത്ത് വൈകി മടങ്ങിയെത്തിയപ്പോഴാണ് അടുപ്പിയോടെ ലയിച്ച വീട്ടമ്മ മാങ്ങയുടെ വൈകി മടങ്ങിയെത്തിയപ്പോഴാണ് അടുപ്പത്ത് വെച്ചുപോയ കൊഞ്ചും മാങ്ങയുടെ അടുക്കളയിൽ ഓടിയെത്തിയിരിക്കുന്നത്. കൊഞ്ചും മാങ്ങ പാകമായി പരിഭ്രമത്തോടെ അടുക്കളയിൽ ഓടിയെത്തിയപ്പോൾ കൊഞ്ചും മാങ്ങ പാകമായിരിക്കുന്നത് കൊഞ്ചും മാങ്ങ പ്രാപ്തതാണെന്ന് അവർ വിശ്വസിച്ചു. തീർച്ചയായും കുംഭഭരണിനാളിൽ തന്റെ കൊഞ്ചും മാങ്ങ പ്രാപ്തതാണ് കൊഞ്ചും മാങ്ങ കറിക്ക്. കുംഭഭരണി നാളിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന കൊഞ്ചും മാങ്ങ കറിക്ക് ഭഗവതി കാവലിരിക്കുന്നു എന്നാണ്. കുംഭമാസത്തിൽ പൂയം നക്ഷത്രത്തിലാണ് ഈരേഴ തെക്കുകരയിലെ മൂന്നാം നക്ഷത്രത്തിലാണ് ഈരേഴ മൂന്നാം ദിവസാഴ പൂജയും പറക്കെഴുന്നള്ളത്ത്. വെളുപ്പിന് അന്ന് രാത്രി പുതുപ്പുരക്കലെ അത്താഴപൂജയും കഴിഞ്ഞ് അൻപുലി വെളുപ്പിന് കോയിക്കത്തറയിന് ശേഷം ഭഗവതി ഘോരരൂപിണിയായി വരുന്ന അൻപുലി ദേവീ സ്വരൂപമായ ഭദ്രകാളിമുടിക്ക് ശേഷം നടക്കുന്ന ഘോരരൂപിണിയായി വരുന്ന ദേവീ സ്വരൂപമായ ഭദ്രകാളി മുടിക്ക് മുന്നിൽ നടക്കുന്ന ഏക അൻപുലിയും ഇതാണ്. കോയിക്കൽ തറയ്ക്ക് തെക്ക് നിന്ന് പോളവിളക്കിന് മുന്നിൽ നടക്കുന്ന എഴുന്നള്ളത്തിന് ശേഷം കോയിക്കൽ തറയ്ക്ക് ഭാഗത്തെത്തി പോളവിളക്കിന് ദാരികനോടും അസുരപ്പടയോടും യുദ്ധം ചെയ്യുന്നതിന്റെ വടക്കുഭാഗം ഓർമ്മ പുതുക്കുന്ന ദാരികനോടും അസുരപ്പടയോടും യുദ്ധം ചെയ്യുന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങ് നടക്കുന്നു. തടിച്ചട്ടത്തിൽ 4 പേർ തോളിൽ താങ്ങുന്ന വാഴപ്പിണ്ടിയിൽ കുത്തിയിറക്കിയ വലിയചട്ടത്തിൽ 4 പേർ തോളിൽ താങ്ങുന്ന വാഴപ്പിണ്ടി തിരുപ്പന്തങ്ങൾ മുന്നിലും പിന്നിലുമായി ഭഗവതിക്ക് മാർഗതടസ്സമുണ്ടാക്കി. തിരുപ്പന്തങ്ങൾ മുന്നിലും പിന്നിലുമായി പരാജയ ഭഗവതിക്ക് മാർഗതടസ്സമുണ്ടാക്കി വിജയശ്രീലാളിതയായി മുന്നേറുന്നതിന്റെ ഇവരെ പരാജയപ്പെടുത്തിയാണ് ദേവി വിജയശ്രീലാളിതയായി മുന്നേറുന്നതിന്റെ ദൃശ്യാവിഷ്കാരമാണ് അരങ്ങേറുന്നത്. പിന്നീട് കരക്കാർ ദേവിക്ക് സമർപ്പിച്ച കെട്ടുകാഴ്ചകളുടെ മുന്നിലും ചുവടുവെച്ച ശേഷമാണ് കരക്കാർ ദേവിക്ക് സമർപ്പിച്ച കെട്ടുകാഴ്ചകളുടെ മുന്നിലും ചുവടുവെച്ച ശേഷമാണ് പുലരിയോടെ ഭഗവതി മടങ്ങിപ്പോകുന്നത്. പറക്കെഴുന്നള്ളത്ത് കാലത്ത് തന്നെ 13 കരക്കാരുടെയും എതിരേൽപ്പ് പറക്കെഴുന്നള്ളത്ത് കാലത്ത് തന്നെ ഓരോ കരക്കാരുടെയും അമ്മയ്ക്ക് മുന്നിൽ അനുഗ്രഹ ലബ്ധിക്കായി നടത്തുന്ന ഉത്സവം. ഓരോ കരക്കാരും എതിരേൽപ്പിനോടനുബന്ധിച്ച് അനുഗ്രഹ ലബ്ധിക്കായി കുട്ടികൾ ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്നത് എതിരേൽപ്പ് ഉത്സവത്തിന് ചുറ്റും ഉരുളിച്ച വരവെന്നും നടത്തുകയും ചെയ്യുന്നത്. അമ്മയുടെ തിരുനാളായ കുംഭഭരണി കഴിഞ്ഞ് 10ാം നാൾ പ്രഥമ കരയായ ഈരേഴതെക്കിന്റെ ഘോഷയാത്രയോടെ എതിരേൽപ്പുത്സവത്തിൽ പ്രഥമ കരയായ ഈരേഴതെക്ക് കോയിക്കൽ തറ എതിരേൽപ്പുത്സവം താൽക്കാലികമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭദ്രകാളി കോയിക്കൽ വ്രതശുദ്ധിയോടെ 4 പേർ തണ്ടിലേക്കുള്ള ഭദ്രകാളി താലപ്പൊലി വ്രതശുദ്ധിയോടെ അമ്മൻകുട 4 പേർ പഞ്ചവാദ്യം ചെണ്ടമേളം പമ്പമേളം തിളമ്പാട്ടം വേലകളി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ദേവകളുടെ രൂപങ്ങൾ വേലകളി കുത്തിയോട്ടപ്പാട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ദേവകളുടെ രൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി. കുത്തിയോട്ടപ്പാട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലെത്തി.
പ്രദക്ഷിണത്തിന് ശേഷം ഭദ്രകാളി മുടി പാട്ടമ്പലത്തിലെ സിംഹാസന പീഠത്തിൽ കുടിയിരുത്തി പൂജാവിധികൾ ആരംഭിക്കും. പാട്ടമ്പലത്തിലെ ഭക്തർ ഭദ്രകാളി മുടിയുടെ മുന്നിൽ വെറ്റില, പുകയില, മുണ്ടും നേരിയതും എന്നിവ ദക്ഷിണയായി സമർപ്പിക്കും. വെറ്റില, പുകയില, മുണ്ടും നേരിയതും എന്നിവ ദക്ഷിണയായി സമർപ്പിക്കും. തുടർന്ന് പാട്ടമ്പലത്തിൽ കുറുപ്പന്മാർ ആചാരപ്രകാരം മരവിളി നടത്തി. തുടർന്ന് തോറ്റംപാട്ട് പാടിത്തുടങ്ങും. കുറുപ്പന്മാർ ദൈവിക ശക്തിയെ വിളിച്ചു വരുത്തുന്ന ചടങ്ങാണ്. തിരുവനന്തപുരം കണിയാപുരത്തുള്ള കുറുപ്പന്മാർക്കാണ് ഇവിടെ തോറ്റംപാട്ട് നടത്താനുള്ള അവകാശം. ദാരികവധവും ബാലകനെ തോറ്റിയെടുത്ത കഥയുമാണ് തോറ്റംപാട്ടുകാർ പാടുന്നത്. ബാലകനെ തോറ്റിയെടുത്ത കഥയുമാണ് തോറ്റംപാട്ടുകാർ പാടുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അടിയന്തരങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് മീനമാസത്തിലെ അശ്വതി മഹോത്സവം. അശ്വതി ഉത്സവത്തിന്റെ അവസാനം ഭരണി നാളിൽ വെളുപ്പിനെ ഭഗവതി കൊടുങ്ങല്ലൂരിൽ അമ്മയെ കാണാൻ പോകുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ ആഘോഷപൂർണമായ യാത്രയയപ്പിനു വേണ്ടിയാണ് അശ്വതി മഹോത്സവം ഒരുക്കുന്നത്. 13 കരകളിലെയും കുട്ടികൾ ഒരുക്കുന്ന മനോഹരമായ കെട്ടുകാഴ്ചകളാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. കൈവെള്ളയിലെടുക്കാവുന്ന കുഞ്ഞു കെട്ടുകാഴ്ചകൾ മുതൽ കുംഭഭരണിയിലെ അമ്പരചുംബികളായ കുതിരയുടെയും തേരിന്റെയും ചെറുപതിപ്പുകൾ വരെ കുട്ടികൾ അണിയിച്ചൊരുക്കി ക്ഷേത്രസന്നിധിയിൽ സമർപ്പിക്കുന്നു. സന്ധ്യയാകുന്നതോടെ ക്ഷേത്രമുറ്റവും കാഴ്ചക്കണ്ടവും കെട്ടുകാഴ്ചകളാൽ നിറഞ്ഞു കവിയും. രാത്രിയിൽ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഈരേഴ തെക്കുകാർ കെട്ടിയൊരുക്കിയ വലിയ പോളവിളക്കിനു മുന്നിൽ ഭഗവതി എഴുന്നള്ളും. പിന്നെ തകിലും നാഗസ്വരവും മേളമൊരുക്കുന്ന ദീർഘനേരത്തെ സേവയാണ്. താലപ്പൊലിയുടെയും തീവെട്ടിയുടെയും ദീപപ്രഭയിൽ ആപ്പിണ്ടി തുള്ളുന്നവരും എത്തുന്നു. ദാരിക നിഗ്രഹ കഥയിലെ ഭദ്രകാളിയുടെ ഭൂതഗണ സങ്കല്പമാണ് ആപ്പിണ്ടി തുള്ളൽ. തുടർന്ന് തിരുപ്പന്തക്കാർ എത്തുന്നു. ദാരിക നിഗ്രഹവേളയിൽ അസുരപ്പടയോടുള്ള ദേവിയുടെയും ഭൂതഗണങ്ങളുടെയും യുദ്ധത്തിന്റെ പുനരാവിഷ്കാരം അരങ്ങേറുകയാണ്.
ഈരേഴ വടക്കുകാർ ഒരുക്കിയ പോളവിളക്കിന് മുന്നിലും ഈ ആചാരങ്ങൾ ആവർത്തിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് മടങ്ങുന്ന ദേവി ഒരിടവേള കഴിഞ്ഞ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മീനഭരണി എഴുന്നള്ളത്ത് നടത്തുന്നു. പിന്നീട് കുട്ടികൾ ഒരുക്കിയ കെട്ടുകാഴ്ചകളുടെ മുന്നിലെത്തി അവരെ അനുഗ്രഹിക്കുന്ന ചടങ്ങാണ്. അപ്പോഴേക്കും യാത്ര ചോദിക്കൽ ചടങ്ങിനുള്ള സമയമായിരിക്കും. മനസ്സില്ലാ മനസ്സോടെ അമ്മ ഭക്തസഹസ്രങ്ങളോട് താൽക്കാലികമായി വിട ചൊല്ലുന്നു. ശോകമൂകമായ അന്തരീക്ഷത്തിൽ തീവട്ടികളുടെ പ്രകാശം മങ്ങുന്നു. ജീവതയിലെ സ്വർണ്ണക്കുമിളകൾ ഇരുളുന്നു. വടക്കേ കവാടത്തിലേക്ക് കുതിക്കുന്ന ജീവത മെല്ലെ ചരിഞ്ഞ് താഴേക്ക് പതിക്കുന്നു. അപ്പോഴേക്കും ദേവീ ചൈതന്യം ജീവതയെ വിട്ടുപിരിയുന്നു എന്നാണ് സങ്കല്പം. അമ്മ കൊടുങ്ങല്ലൂർക്ക് യാത്രയാകുന്നതോടെ ഭരണിപ്പുലരിയിൽ കുട്ടികൾ കെട്ടുകാഴ്ചകളുമായി തങ്ങളുടെ കരകളിലേക്ക് മടങ്ങുന്നു. തന്നാണ്ടത്തെ ഉത്സവങ്ങളുടെ തിരശീല വീഴുകയായി. ചെട്ടികുളങ്ങര ദേവി സർവശക്തീശ്വരി ദേവി സംസാര ദുഃഖങ്ങളെല്ലാം ഒടുക്കും സർവാർത്ഥ സാധികെ ദേവി. ചെട്ടികുളങ്ങര ദേവി സർവശക്തീശ്വരി ദേവി സംസാര ദുഃഖങ്ങളെല്ലാം ഒടുക്കും സർവാർത്ഥ സാധികെ ദേവി. കാർമുകിൽ മൂടുന്ന ജീവിതവെണ്ണിൽ നീ മാറിവില്ലായി വിരിയും. കാർമുകിൽ മൂടുന്ന ജീവിതവെണ്ണിൽ നീ മാറിവില്ലായി